ചക്കിട്ടപ്പാറയിലെ ജോസഫിന് മാത്രമായി സംസ്ഥാനത്ത് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തെ മാത്രമായി പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചിട്ടുള്ള തുക 10-24,000 രൂപയുടെ കണക്ക് പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന് 3,200 രൂപ എല്ലാവർക്കും കിട്ടിയതുപോലെ ഡിസംബർ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിലെ കുടിശ്ശിക 3,200 രൂപ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകൾക്കും കിട്ടി. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നു. ഞാൻ ഈ ധനകാര്യമന്ത്രിയുടെ അല്പത്തരം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ പറഞ്ഞ ജോസഫിന് അദ്ദേഹത്തിന് കിട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കിട്ടിയ തുകയെ കുറിച്ചാണ് പറയുന്നത്. 12,000, 3,000, 15,000 അല്ലെങ്കിൽ 20,000 ആകട്ടെ. ഈ 20,000 രൂപ ഈ ധനകാര്യമന്ത്രിയുടെ കുടുംബത്തിന് കൊടുത്താൽ ആ ധനകാര്യ മന്ത്രിയുടെ കുടുംബം ഒരു മാസം കഴിഞ്ഞു പോകുമോ? അവർക്ക് എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുണ്ടെന്നേ. എല്ലാവർക്കും അവരവരുടേതായ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. ഇവിടെ സ്വാഭാവികമായും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ എനിക്കത് കിട്ടുമെന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ദൈനംദിന ചെലവുകൾ, അവരുടെ മരുന്ന് മേടിപ്പ്, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ മറ്റു ചെലവുകൾ എല്ലാം അതൊക്കെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തരാമെന്ന് സർക്കാർ നൽകുന്ന ഉറപ്പിന്റെ പിൻബലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അത് കൊടുക്കാതെ വരുമ്പോ അയാൾ കൃത്യമായി എന്താ പറയുന്നത്, പഞ്ചായത്ത് ഓഫീസ് സമീപിച്ചിരിക്കുന്നു, പോലീസിനെ സമീപിച്ചിരിക്കുന്നു, പരാതി എഴുതി നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ കൊടുത്ത പരാതി പോലും ഇപ്പോ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. എനിക്ക് കിട്ടാനുള്ള തുക, എനിക്ക് പെൻഷൻ സർക്കാർ തരാമെന്ന് പറഞ്ഞ പെൻഷൻ തന്നില്ലെങ്കിൽ ഞാൻ ജീവൻ ഒടുക്കേണ്ടി വരും എന്ന് പറയുകയും അദ്ദേഹം പിന്നീട് മരുന്ന് കുറിച്ചിരുന്ന കുറിപ്പടിയുടെ ബാക്കിൽ അദ്ദേഹം എഴുതിയെന്ന് പറയുന്ന ആത്മഹത്യാ കുറിപ്പ് ഇപ്പോഴും പോലീസിന് കണ്ടെത്താതിരിക്കുകയും ചെയ്തിട്ടും ധനകാര്യമന്ത്രി നിയമസഭയിൽ പറയുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല എന്ന്. പിന്നെ എന്തായിരുന്നു കാരണം? കാരണം നോക്കൂ, ഇന്ന് കോഴിക്കോട് കളക്ടർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ശ്രീ ചിത്തരഞ്ജൻ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഡിലേ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിരിക്കുന്നതെന്നാണ്. അത്രയും പെൻഷൻ സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് കലക്ടർക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ധനമന്ത്രിയും സർക്കാരും ഒക്കെ ജോസഫിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ കാരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടിയതാണ്? നമ്മുടെ മുമ്പിൽ ഇപ്പൊ അദ്ദേഹം മരിച്ചതിന് ശേഷമായാലും ഈ ജനുവരിയെ ഉള്ളല്ലോ, ആകെ ഉള്ളത് 4 മാസത്തെ പെൻഷൻ മാത്രമേ ഉള്ളല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട ജ്യോതികുമാർ കുറെ കണക്കുകൾ പറഞ്ഞല്ലോ. ശ്രീ ചിത്തരഞ്ജൻ, ശ്രീ ജ്യോതികുമാറും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ചോദ്യം, ഈ ജോസഫിന് മാത്രമായി മരണപ്പെട്ട ജോസഫിന് മാത്രമായി പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ടോ? ശ്രീ ചിത്തരഞ്ജൻ, ഏത് പെൻഷനാണ് അദ്ദേഹത്തിന് നൽകിയത്? അദ്ദേഹത്തിന് ഇനി ഏതൊക്കെ മാസത്തെ പെൻഷൻ പെൻഡിംഗ് ഉണ്ട്? അല്ല ഞാൻ പറയട്ടെ, ജോസഫിനായിട്ട് കൂടുതൽ വെള്ളം കൊടുക്കാനുണ്ടോ? എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക അല്ലാതെ ജോസഫിന് മാത്രമായി 2-3 വർഷത്തെ കുടിശ്ശിക ഉണ്ടോ? അല്ല, എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ്? എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ്? എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക ജോസഫിന് ഉണ്ടാകാം എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ്? 4 മാസത്തെ കുടിശ്ശിക. 4 മാസത്തെ കുടിശ്ശിക എത്ര രൂപ വരും? നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനത് പറഞ്ഞോട്ടെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയട്ടെ. ശ്രീ ചിത്തരഞ്ജൻ, ജോസഫിന്റെ കേസ് പറയൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് ധനമന്ത്രി പറയുന്നു, അത് ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പം ആലോചിച്ച് നോക്കൂ. ധനമന്ത്രി പറയുന്നു നവംബർ ഡിസംബർ മാസത്തിൽ പെൻഷൻ കിട്ടിയിട്ടുണ്ട്, മകൾക്കും പെൻഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. കളക്ടർ ഇന്ന് തന്നെ മാധ്യമങ്ങളോട് പറയുന്നു ഡിലേ വന്നിട്ടുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വ്യക്തമാണ്, അതാണ് റിപ്പോർട്ട് എന്ന് കളക്ടർ മാധ്യമങ്ങളോട് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമാക്കാമല്ലോ, ജോസഫിന് എപ്പോഴാണ് പെൻഷൻ കിട്ടിയത്, ഏതൊക്കെ പെൻഷനാണ് കിട്ടിയത്, ഏതൊക്കെ പെൻഡിംഗ് ഉണ്ട്? അല്ല ഞാൻ ചോദിച്ചോട്ടെ, ജോസഫിന്റെ പെൻഷൻ 4 മാസം എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക ജോസഫിനും ഉണ്ടെന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? അപ്പോൾ ഈ നവംബർ ഡിസംബർ മാസത്തിൽ കൊടുത്ത പെൻഷൻ ഏതാണ്? പ്രശ്നത്തിന്റെ പേരിലാണോ? അതിന് മുമ്പുള്ള മാസത്തെ അല്ലേ, ആഗസ്റ്റ് മാസത്തെ പെൻഷൻ അല്ലേ കൊടുക്കണത്? ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കൊടുത്ത് 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക നിൽക്കുകയാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ആയതുകൊണ്ട് 4 മാസം എന്ന് പറയാം, ഇല്ലെങ്കിൽ 5 മാസത്തെ പെൻഷൻ ഉണ്ട് കുടിശ്ശിക. ആ പെൻഷന്റെ കുടിശ്ശിക നിലനിൽക്കുകയാണോ ധനമന്ത്രി പെൻഷൻ കുടിശ്ശിക വന്നിട്ടില്ല, അതിന്റെ സാമ്പത്തിക പ്രശ്നത്തിലല്ല ജോസഫ് ആത്മഹത്യ ചെയ്തെന്ന് വാദിക്കുന്നത്? അങ്ങനെയല്ല ധനകാര്യമന്ത്രി പറഞ്ഞത്. ആ ധനകാര്യമന്ത്രി പറഞ്ഞത് പെൻഷൻ കുടിശ്ശിക എന്നുള്ളതിൽ മാത്രമുള്ള ഒരു വിഷയമായിട്ട് അതിനെ എടുത്തുകൂടാ. കാരണം അദ്ദേഹം പറഞ്ഞു
അതിന് തൊട്ട് മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇത്ര തുക കിട്ടി, അതോടൊപ്പം തന്നെ ഇന്ന പെൻഷൻ ഇപ്പോ അതിന് മുൻപെന്ന് പറഞ്ഞാൽ എത്ര മാസത്തിനിടയിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് 28,000 രൂപ കിട്ടിയത് ശ്രീ ചിത്തരഞ്ജൻ? എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത്? ഭിന്നശേഷിക്കാരനായ മറ്റൊരു വരുമാനവുമില്ലാത്ത ഒരു വ്യക്തി തൊഴിലുറപ്പിൽ നിന്ന് എത്ര മാസത്തിനുള്ളിൽ കിട്ടിയ 28,000 രൂപ ഇപ്പോൾ താങ്കൾ സമ്മതിക്കുന്നു അല്ലെ? 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ജോസഫിന്റെ മകൾക്കും ഉണ്ടായിരുന്നു. അവരുടെ ഏക ആശ്രയമായിരുന്നു ഈ തുക. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള മകളെ മറ്റൊരു പരിപാലന കേന്ദ്രത്തിലാക്കേണ്ടി വന്നത്. അവിടെ കൊടുക്കാൻ പോലും ജോസഫിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. ഈ ജോസഫ് കലക്ടർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഈ സാഹചര്യം ചൂണ്ടിക്കാണിച്ച് നവംബർ 9 കത്തും നൽകിയതാണ്. എന്നിട്ട് ഇന്ന് ധനമന്ത്രിയും നിങ്ങളും എല്ലാവരും വാദിക്കുന്നത് ജോസഫിന് പെൻഷൻ കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്ന്. എന്തടിസ്ഥാനത്തിൽ ശ്രീ ചിത്തരഞ്ജൻ? പെൻഷൻ കാരണം സാമ്പത്തിക കുടിശ്ശിക തരുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാൻ ഇടയായിട്ടുള്ളത് ഇതുകൊണ്ടാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് പെൻഷൻ കൃത്യമായി കിട്ടിയില്ലെങ്കിൽ ധനകാര്യമന്ത്രി അവിടെ സഭയിൽ പറഞ്ഞു. ശ്രീ ചിത്തരഞ്ജൻ അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവണത പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണെന്നും അത് എപ്പോഴൊക്കെയാണെന്നും എന്നൊക്കെ നിയമസഭയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞതിന്റെ രേഖകളുണ്ടല്ലോ. ഞാനിപ്പോ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു മോശം അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തെന്ന് പറയാനോ ഒന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. പക്ഷെ അതാണ് ഇതിന്റെ കാരണമെന്ന് സ്ഥാപിക്കുമ്പോൾ മരണപ്പെട്ടു പോയത് കൊണ്ട് ഞങ്ങൾ മോശമായി പറയുന്നില്ല എന്ന ഔദാര്യമൊന്നും ആവശ്യമില്ല. ഇത് സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ് പെൻഷൻ എന്ന് പറയുന്നത്. സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല, നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഞാൻ മരിച്ചുപോയ വ്യക്തിയെ കുറിച്ച് മോശപ്പെട്ടതൊന്നും പറയാൻ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ മോശപ്പെട്ടതെന്തോ പറയാനുള്ളത് കൊണ്ട് പറയാതിരിക്കുന്നു എന്ന തരത്തിലുള്ള അത് ശരിയല്ല. അത് ശരിയല്ല. ജനപ്രതിനിധിയായ താങ്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. അല്ലല്ല നിങ്ങൾ ആവശ്യമില്ലാത്ത വ്യാഖ്യാനം ഷാനി നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ഇത് ഇന്നതുകൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ അദ്ദേഹത്തിന്റെ അതിനു മുമ്പുള്ള ചരിത്രം കൂടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ജോസഫ് ആത്മഹത്യ ചെയ്തത്? ജോസഫ് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്താണ് ശ്രീ ചിത്തരഞ്ജൻ? അല്ല അത് സർക്കാർ പറയൂ. ഇതല്ല കാരണമെന്ന് സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജോസഫ് ആത്മഹത്യ ചെയ്തത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണമല്ലോ. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്ന് പ്രതിപക്ഷവും സമരവും ചെയ്യുന്നവരും പഞ്ചായത്തും കളക്ടറും എല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെയല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണമല്ലോ. നിങ്ങൾ പറഞ്ഞോളൂ, CPM പറഞ്ഞോളൂ, എന്താണ് കാരണം? ജോസഫ് ജീവൻ എടുക്കാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞതാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് എനിക്ക് അതേ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. ഒരു വ്യക്തിയുടെ നിസ്സഹായമായ മരണത്തിലാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ തർക്കമൊക്കെ വന്നിരിക്കുന്നത്. ശ്രീ ചിത്തരഞ്ജൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ വിശദീകരണം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണോ? ജോസഫിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി നേരത്തെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകിയതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭരണപക്ഷം. നോക്കൂ ഷാനി, നമ്മളിവിടെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സമര രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മറിയക്കുട്ടിയും അന്നക്കുട്ടിയും പരസ്യമായി രംഗത്ത് വന്നതും അവരെ പിച്ചച്ചട്ടിയുമായി ഓഫീസുകളും വീടുകളും കയറി ഇറങ്ങുന്നതും നമ്മൾ കണ്ടു. അന്ന് അവരെ ആക്ഷേപിക്കാനും അവരെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യുവാനും രാഷ്ട്രീയ പകയുടെ പേരിൽ മാത്രം തേജോവധം ചെയ്യാനും ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ അവരെ സംബന്ധിച്ച് പുത്തിരിയല്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? അദ്ദേഹം നേരത്തെ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. വലിയ കണ്ടുപിടുത്തമല്ലേ? അതുകൊണ്ട് ഞങ്ങൾ മോശമായൊന്നും പറയുന്നില്ല. അദ്ദേഹം മരിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ മോശമായൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് പറയുന്നതായി പറയുന്നേ? നിങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? ഒരു പാവപ്പെട്ട ഒരു വികലാംഗൻ, മകൾ വികലാംഗ, ആ വികലാംഗന് ഭാര്യ മരിച്ചു, മറ്റാരുമില്ല ആശ്രയം, മകളെ ഒരു അനാഥാലയത്തിലാക്കിയിരിക്കുന്നു, തനിക്ക് മറ്റു മാർഗമില്ലാതായിരിക്കുന്നു. ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ഇടിവെറ്റേറ്റു, അദ്ദേഹത്തിന്റെ ശരീരമാസകലം വേദന, അനങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് പെൻഷൻ ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയത് എത്രയോ തവണയാണ്. എനിക്കൊന്നും സംസാരിക്കാനല്ല ഷാനി, എനിക്ക് ആകെപ്പാടെ ഒരു അവസരം തരേണ്ടത്. ഈ നവംബർ മാസം 9-ാം തീയതി അദ്ദേഹം ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്തതിനെ സംബന്ധിച്ച് നവംബർ മാസം 10-ാം തീയതി ചക്കിട്ടപ്പാറ ഉൾപ്പെടുന്ന പ്രദേശത്ത് ചക്കിട്ടപ്പാറ ലോക്കൽ മനോരമയുടെ ലേഖകൻ ആ മനോരമ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനും ഇപ്പൊ താങ്കളുടെ വാട്സാപ്പിലേക്ക് അത് അയച്ചിട്ടുണ്ട് ഷാനി. എനിക്ക് ആ വാർത്തയൊന്ന് വായിക്കാൻ മാത്രം അവസരം തന്നാലും മതി. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെയുണ്ട്. ആ വാർത്ത വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ജനങ്ങൾക്ക് ഇതിന്റെ വസ്തുത ബോധ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മരിക്കുന്നതിനും 2 മാസം മുമ്പ്
നവംബർ മാസം 9-ാം തീയതി അദ്ദേഹം പരാതിയുമായി പോയി 10-ാം തീയതി വന്നിട്ടുള്ള മനോരമ വാർത്തയാണ്. ഹെഡ്ലൈൻ ഇതിങ്ങനെയാണ്: പെൻഷൻ മുടങ്ങി, ആത്മഹത്യ ചെയ്യുന്ന നോട്ടീസ് നൽകി വയോധികൻ. ചക്കിട്ടപ്പാറ: സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതോടെ മരുന്നിനും ഭക്ഷണത്തിനും വകയില്ലാതായ വയോധികൻ ആത്മഹത്യാ മുന്നറിയിപ്പുമായി കലക്ടർക്ക് നോട്ടീസ് നൽകി. ഭിന്നശേഷിക്കാരനായ മുതുകാട് പുഷ്പഗിരി വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനാണ് കഴിഞ്ഞ 5 മാസമായി വികലാംഗ പെൻഷൻ മുടങ്ങിയതിനാൽ പലരിൽ നിന്നും വായ്പ വാങ്ങി തള്ളി നീക്കുന്നത്. കളക്ടർ, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി, പെരുവണ്ണാമൂഴി പോലീസ് എന്നിവർക്കാണ് ജോസഫ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ജീവത്യാഗം ചെയ്യുമെന്ന് നോട്ടീസ് നൽകിയത്. മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചതോടെ ജോസഫ് വീട്ടിൽ ഏകനായാണ് കഴിയുന്നത്. കിടപ്പ് രോഗിയായ 47 വയസ്സുള്ള മകളെ കോഴിക്കോട്ടെ മദർ ഹോമിലാക്കി. 3 ആഴ്ച മുമ്പ് മിന്നലേറ്റ ജോസഫ് തെറിച്ചു വീണതോടെ ഇപ്പോൾ ശരീരമാസകലം വേദനയാണ്. ഒരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. കൈകാലുകൾക്ക് സ്വാധീനക്കുറവുണ്ട്. നോട്ടീസ് കിട്ടിയതിനെ തുടർന്ന് പെരുവണ്ണാമൂഴി പോലീസ് വീട്ടിലെത്തി സംസാരിച്ചു. അതല്ലാതെ പെൻഷൻ നൽകാനുള്ള നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയാള മനോരമയാണ്. നവംബർ മാസം 10-ാം തീയതിയാണ്. ഈ റിപ്പോർട്ട് മലയാള മനോരമയും മനോരമ ന്യൂസും മറ്റു മാധ്യമങ്ങളും ഒക്കെ കൊടുത്തതാണ്. ഇന്ന് ധനമന്ത്രിയും അത് ശരിവെച്ചതാണല്ലോ. നവംബർ 9-ന് ഇങ്ങനെ ഒരു നോട്ടീസ് ജോസഫ് നൽകിയതാണെന്ന് ശരിവെച്ചതാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞു തന്നോട്ടെ ഷാനി, ഞാൻ പറഞ്ഞു തന്നോട്ടെ, ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ. എന്നിട്ടും ഇത്തരത്തിൽ പെരും നുണകൾ നിയമസഭയിൽ ഉൾപ്പെടെ ധനകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇത് മനുഷ്യത്വപരമാണോ ഷാനി? ഇത് മനുഷ്യത്വപരമാണോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? ഒരു സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? ഒരു വയോധികൻ, ഭിന്നശേഷിക്കാരൻ, അദ്ദേഹത്തിന് ചലിക്കാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹത്തിന് കിട്ടേണ്ട പണം അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരു ധനകാര്യമന്ത്രി നമ്മുടെ സർക്കാരിന്, നമ്മുടെ സംസ്ഥാനത്തിന് ഭൂഷണമാണോ ഷാനി? അത് മാത്രം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എനിക്ക് അത്രേ പറയാൻ.